വ്യത്യാസമുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോഴത്തേക്കും ബൈക്ക് ഒരു ഓൾമോസ്റ്റ് അവർ ജിക്സറിൻ്റെ എഞ്ചിനെ കൊണ്ട് താങ്ങുന്നതിൻ്റെ അപ്പുറം ഈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് സുസുക്കിയോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഈ എഞ്ചിൻ മാറ്റിയിട്ട് നമ്മുടെ GS150 എഞ്ചിൻ ഉണ്ടല്ലോ, ലെജൻഡറി എഞ്ചിൻ, ആ എഞ്ചിൻ വിത്ത് 6 ഗിയേഴ്സ് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ബൈക്ക് രക്ഷപ്പെട്ടു പോയേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ എഞ്ചിൻ്റെയൊക്കെ സൈസ് എന്ന് പറഞ്ഞാൽ നല്ല സൈസാണ്. ഇതിപ്പം ഫുള്ളായിട്ട് എഞ്ചിൻ മൂടി പുതച്ച് വെച്ചിട്ടും ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ ടോപ്പ്. കണ്ട ഇത്രയേ ഉള്ളൂ എഞ്ചിൻ ടോപ്പ്. ഒരു ക്രൂസർ ബൈക്കിനകത്ത് ഇത്രയും ചെറിയൊരു എഞ്ചിൻ വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ലുക്ക് മാറും. ഇത് അവർ മാക്സിമം ഈ മറ്റേ പ്ലാസ്റ്റിക് ക്ലാഡിംഗ് ഒക്കെ വെച്ച് മറച്ചിട്ടുണ്ടെങ്കിലും ആ എഞ്ചിൻ സൈഡിൽ കൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ചെറിയ എഞ്ചിൻ, ചെറിയ CC ബൈക്കാണ്. ഇതിനകത്ത് GS50 150cc എഞ്ചിൻ വെച്ചിരുന്നെങ്കിൽ ഒരു വലിയ സബ്സ്റ്റാൻഷ്യൽ മോട്ടോർ സൈക്കിളിൻ്റെ ലുക്ക് വന്നു എഞ്ചിൻ വൈസ്. ബാക്കിയല്ലാതെ എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഫ്രണ്ടിലുള്ള ABS ബ്രേക്കാണ്. പിന്നെ നമ്മൾ ടോപ്പിൽ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ടോപ്പ് കണ്ടോ?